നമുക്ക് ദൈവം വിധിച്ച വിധി ഇതാണ്. വിധിയൊക്കെ നമ്മളല്ലേ വിധിക്കുന്ന ജോളി. ഈ നിമിഷത്തിൽ നീയും കൂടെ എന്നെ വിട്ടുപോയാൽ ഞാൻ തകർന്നു പോകും. ഐ ലവ് യു. സോറി സൂര്യ, ഐ ഹേറ്റ് യു. ഡാ, നീ എപ്പോഴാണ് ജോയിൻ ചെയ്യണേ? നെക്സ്റ്റ് മന്ത് മാൻ. ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് പോയപ്പോഴേ ആ സൂര്യനെ കൂടെ കൊണ്ടുവരുന്നില്ലേ? അത് നമ്മൾ ജീവിതത്തിലാകെ 3 പേരല്ലേ. അതൊക്കെ 3 കാര്യങ്ങൾ: പ്രണയിക്കുക, പ്രേമിക്കുക, ലവ് ചെയ്യുക. അത് 3 ഒന്നല്ലടാ. അതെ, അവന് അത് മാത്രമുള്ള സമയം. ഇതേ ഒരു നിത്യഹരിത നായകൻ. ഇന്നലെ നിന്റെ ഒപ്പം ഇരുന്നിട്ട് കാപ്പി പിടിച്ചു നിന്റെ ചിലവില്, അതേപോലെ ഇന്നും നിന്റെ ചിലവിൽ തന്നെ കാപ്പി പിടിച്ചു. നന്നായി. അങ്ങനെ ഇപ്പൊ നീ കുടിക്കണ്ടാട്ടോ ജോണേട്ടാ. ജോലിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. സിബു, നീ വിട്ടുവിട്ട സിബുവിന്റെ റിംഗ് സൗണ്ട് എന്നാ തോന്നുന്നു. സിബു, എന്ത് പറ്റിയടാ? എന്ത് പറ്റി? ജോണ, ഞാൻ ഇപ്പൊ ശരിയാക്കി. സിബു, വൈകിട്ട് കേഫിന്റെ സോഡ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ സിബുവിന്റെ അക്കൗണ്ട് മാത്രം. ആശ്വാസം പോയേ. നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക. വീട്ടിൽ ഏകദേശം പ്രപ്പോസൽ ഉറപ്പിച്ച പോലെയാ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാനില്ലേ. നീ എങ്ങാനും നൈസിൽ സ്കൂട്ടായാലോ? അങ്ങനെ ഞാൻ സ്കൂട്ടർ വേണമെങ്കിൽ ആ സ്കൂട്ടറിൽ JC പശു ഉണ്ടാവുമല്ലോ. ലെസ് ടെൻഷൻ, മോർ വർക്ക്, ലെസ് ടെൻഷൻ. ഓക്കെ? ആ വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടല്ലോ. അതില്ലാത്തതല്ലേ എൻ്റെ ടെൻഷൻ. നീ എന്നാ ടെൻഷൻ അടിക്കണേ? നീ മനസ്സിൽ ഉറപ്പിച്ചോ, ആ പ്രപ്പോസൽസ് നമ്മുടെ കല്യാണം. ഞാൻ വിളിച്ച നീ ഇറങ്ങിയില്ലേ? പറ്റി നീ വിളിച്ചു. അല്ലെങ്കിൽ ഞാൻ പോവാൻ സമയമായി. വീട്ടിൽ തന്നെ അന്വേഷിക്കും. ജോളി, നമുക്ക് കല്യാണം കഴിക്കണ്ടേ? നീ പോടാ പൊട്ടാ. ജോളി, ജോളി മനസ്സിലെ ജോളി, ജോളി വന്നാൽ ജോളിയാണ്. ജോളി മനസ്സിലെ ജോളി, ജോളി വന്നാൽ. അതെ, സ്റ്റീഫൻ നെടുമ്പള്ളി. സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ നെടുപടിക്കാണോ വള്ളിയാണോ കണ്ടിട്ടില്ല. എന്താ പ്രശ്നം? എന്താ കാര്യം? സംസാരിക്കണം. സൂര്യനെ കണ്ട് കുറേ ദിവസമല്ലോ. അവനവിടെ പോയി. എടാ, ഓടി അവിടം വരെ ഓടും. ചിലപ്പോൾ ഒളിമ്പിക്സ് ഓടിയല്ലോ. ചളി രാവിലെ തന്നെ. ഞാൻ പുതിയ ചളികളിൽ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എക്സ്പെരിമെന്റ് അബ്ദുൽ കലാമാ? അല്ലടാ, പോൾ, സെബാസ്റ്റ്യൻ പോൾ. വീണ്ടും ചളികൾ, പുതിയ ചളികൾ. സൂര്യ വരുന്നുണ്ട്. എൻ്റെ കവിടെന്താ വീയിരിക്കണേ? പിന്നെ തേനെടുക്കാൻ പോയടാവൻ. കണ്ണാടി താഴ്ത്തി നോക്കടാ. കണ്ണാടി താഴ്ത്തി നോക്കിയാൽ അങ്ങനെ തന്നെ തോന്നുന്നു. ഇത് കണ്ടിട്ടേ ഇവൻ തേനെടുക്കാൻ പോയ പോലെ ഇല്ല. ഇവൻ്റെ തേൻ ആരും എടുത്ത പോലെ ഉണ്ട്. എടാ, എന്താ പ്രശ്നം? സ്റ്റീഫൻ. ആര്? ലാലേട്ടനാ? ചളിയാ. അല്ല, അവനെ കുറ്റം പറയണ്ട. ഞാൻ തന്നെ വിചാരിച്ചത് അതല്ല. എടാ, എന്താ പ്രശ്നം പറ. ജോലിയുടെ സ്റ്റീഫൻ കൈവച്ചു. നിനക്ക് തിരിച്ചു കൈവയ്ക്കാൻ അറിയില്ലടാ. നീ പോയില്ലടാ. അളിയൻ കോപ്പ്. വാടാ. കോപ്പ് ആരടാ? സ്റ്റീഫൻ. ഈ പ്രശ്നം ഇവിടെ തീർന്നു. പിന്നെ വന്നോണ്ടല്ലോ. സൂര്യ, അവർ പിടിച്ചു നോക്ക്. അവർ പിടിച്ചു. നീ മെയിൻ ചെയ്തോ. പക്ഷേ എന്തോ ഒരു കുറവുണ്ടടാ. അല്ല, അടിച്ചത് ഞങ്ങള്. ഉണക്കെതുക്ക് കണ്ണാടി? കണ്ണട വെക്ക എനിക്കോ ഇല്ലല്ലോ ദൈവമേ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പോ ഡബിൾ ഓക്കെ.
അതെ സുബു മാൻ, ഈ ഗ്ലാസ് എനിക്ക് വളരെ നന്നായിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചോട്ടത്. ഈ ഗ്ലാസ് എനിക്കും നന്നാവും. അതെ സൂര്യൻ, നമ്മൾ ഗ്ലാസ് വാങ്ങി. അതെ സബു, നീ അവിടെ കിടന്ന് കുറെ വെട്ടിയതല്ലേ, നീ എന്നെ ഒന്ന് വെട്ടി നോക്കട്ടെ. നീ പൊറോട്ട അടിക്കാൻ പോവാനെ? പൊറോട്ട അടിയൊന്നും അല്ലത്, ഇത് അടിക്കടിക്ക് ബബിൾ കമ്പല താന്നു പോകണം. നീ ഒരുപാട് താഴ്ത്തണ്ട. അതെ ഹൂ കോളിംഗ്? ജോളി കോളിംഗ്. മിസ്റ്റർ സബു, ട്രാജഡീസ് കമ്മിങ്. സംസാരിക്ക്, അടുത്ത കുറിച്ചെന്നാണ് കേൾക്കാറ്. ജോളി മതിട്ടാ. എടാ ഞങ്ങളുള്ള തൻ്റെ അനിയനെ വന്ന പ്രശ്നം ഉണ്ടാക്കുക സ്റ്റീഫൻ, ഞങ്ങളൊന്നും അല്ല. പ്രശ്നമാണ്. ശരി, നീ എല്ലാം ഞാനൊന്നും എല്ലാം പറഞ്ഞ പോലെ നീ ഒരു കാര്യം ചെയ്യും. ഞാൻ എന്തെങ്കിലും നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പോവാണ്. നീ ഒന്നും നീ തീരുമാനിക്കണ്ട. നീ എല്ലാം റെഡിയാക്കി വെച്ചോ. എന്തായാലും ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് പോവാണ്. അത്ര തന്നെ, വേറൊന്നും പറയാനില്ല. ഓക്കെ. അല്ല, എന്താ പ്രശ്നം? എടാ സ്റ്റീഫൻ പോയിട്ട് വീട്ടിൽ സീനാക്കിയത് വലിയ പ്രശ്നമായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി ആവുമല്ലോ. അതെ, പക്ഷേ ഓൾറെഡി ഒരു പ്രപ്പോസൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് കൺഫേം ചെയ്യാൻ പോവാണ്. അത്രേ ഞങ്ങളെ കൊണ്ടുവരാൻ തീരുമാനിച്ചടാ. ഇനി ഒന്നും നോക്കണില്ല. ആ രീതിയിലാണ് ഞാൻ കൊണ്ടുവരാൻ പോവാണ്. എന്തായാലും മോനെ, ഈ പ്രായത്തിൽ ആവേശം നല്ലതല്ല. അതെ, കാര്യം അപ്പുകൂടെ ഡെൻറ്റിസ്റ്റ് ആണെങ്കിലും നല്ല ആണ്. എടാ എടാ ഇപ്പോൾ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ? അനിയത്ത് ടൂർ കഴിഞ്ഞ് വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ല. നീ വീട്ടിൽ പോകാൻ നോക്കിപ്പോൾ. എടാ ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും നോക്കണ്ട. ഞാൻ എന്തൊക്കെ പറയാം. ശരി, നീ ഇപ്പോൾ പോ. ഇല്ലടാ, ഞാൻ ഇന്ന് കൊണ്ടുവരാൻ പോവാണ്. നിങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എടാ നീ ഇപ്പോൾ പോ. ശരി, പക്ഷേ ഞങ്ങൾ കൊണ്ടുവരാൻ പോകണ്ട. നമുക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രം വീട്ടിൽ പോകും. വീട്ടിൽ പോയാലേക്ക് പറഞ്ഞ പോലെ. നോക്കിപ്പോ. സൂര്യനെ കണ്ടിട്ട് ഒരാഴ്ച ആയല്ലടാ. അവൻ്റെ ഫോണിന്ന് കംപ്ലൈൻ്റ് ആടാ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. നമുക്കല്ല വീട്ടിൽ പോയി നോക്കാം. പോവാം. ഇതാ അങ്ങനെ വരുന്നുണ്ടല്ലോ. എടാ എന്താ പ്രശ്നം? തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താടാ കാര്യം? ജോണാകെ പ്രശ്നമാടാ. എന്താ പ്രശ്നം? എന്താ പ്രോബ്ലം? എന്താ തെളിച്ച് പറഞ്ഞേ? ഇരിക്കേ. എന്താടാ എന്താ പ്രോബ്ലം പറ. ആകെ മൊത്തത്തിൽ പ്രശ്നമായി അവളുടെ വീട്ടിൽ. അന്നത്തെ കാര്യത്തിന് ശേഷം അവള് ഈ ബന്ധം ഈ ബന്ധം നിർത്താൻ ഇത് ഇനി വേണ്ട പറഞ്ഞു. ഇതിനോട് താല്പര്യമില്ല, നമുക്ക് എല്ലാം ഇവിടത്തോടെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ബന്ധം നിർത്താന്നോ? എന്താ പറയാ? നേരിട്ട് സംസാരിക്കണം പറഞ്ഞിട്ടുണ്ട്. അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞു. നേരിട്ട് കണ്ടിട്ട് വരാം ഞാൻ. എനിക്കെന്താ വിളിക്ക്. എടാ ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പോയിട്ട് വാ. അവരൊന്ന് സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. ജോളി, നീ ഫോണിലൂടെ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഫോണിലൂടെ പറഞ്ഞത് തന്നെയാണ് ശരി. നമ്മുടെ സ്നേഹം ഇവിടെ വെച്ച് തുടങ്ങി, അത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. നീ എന്താ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ എന്താ പ്രശ്നം വെച്ചാൽ അത് പറ, നമുക്കത് സോൾവ് ചെയ്യാം. നീ കാര്യം എന്താ വെച്ചാൽ തെളിച്ച് പറ. അമ്മേനെ വിളിച്ചിരുന്നു. എന്നിട്ട് അവൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയാണ്, അവൻ്റെ താഴത്തൊരു അനിയത്തിയുണ്ട്. അവൻ ഈ സമയത്ത് ജോളെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ ഭാവി എന്താവും, അവൻ്റെ ഭാവി എന്താവും, പോരാത്തന്നെ ഒരു ജോലി പോലും ഇല്ല. ഇതിന് പുറമെ അവൻ്റെ അമ്മ അവരെ വീട്ടിൽ പോയി സംസാരിച്ചു. ഇത്രേ